നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണെന്നും അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്നുള്ള എനർജിയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങളിത് ആരെക്കുറിച്ചാണോ മനസ്സിൽ കാണുന്നത് ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവണമെങ്കിൽ നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ പൂർണ്ണമായിട്ടും ഉണ്ടായാൽ മാത്രമാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഇൻഫർമേഷൻസ് നിങ്ങളിൽ വന്നു ചേരുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷനിൽ എന്ത് മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഏത് രീതിയിലാണ് നിങ്ങളുടെ ബന്ധം മാറേണ്ടത്, ആ കാര്യം നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് എഴുതുക. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കറൻ്റിലി എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് വളരെയധികം പോസിറ്റീവോടുകൂടി ഹാപ്പിനെസ്സോടുകൂടി അത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അഫർമേഷൻസ് എഴുതണം. തീർച്ചയായിട്ടും നിങ്ങൾ അക്ഷരങ്ങളുടെ മാജിക്ക് എക്സ്പീരിയൻസ് ചെയ്യുക. 100% ഞാൻ പറയുന്നു, നിങ്ങൾക്ക് എന്ത് കാര്യമാണോ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും എപ്പോഴും ചിന്തിക്കുക. നിങ്ങളിൽ വന്നു ചേർന്നതായിട്ടും നിങ്ങൾ അതിൻ്റെ പോസിറ്റിവിറ്റി അനുഭവിക്കുന്നതായിട്ടും നിങ്ങൾ ചിന്തിക്കുക. കൂടാതെ തന്നെ നിങ്ങളത് എഴുതുക എന്നുള്ളത്, അക്ഷരം എന്ന് പറയുന്നത് വളരെ ശക്തമാകുന്ന ഒരു എനർജിയാണ്. ആ എനർജി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. 100% നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരും. അത് നോടൊപ്പം തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാനും മറക്കരുത്. നന്ദി നമ്മളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഏറ്റവും വലിയ ഒരു എനർജിയാണെന്ന് മനസ്സിലാക്കുക. എല്ലാ കാര്യത്തിലും നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തിനും നമ്മൾ നന്ദി പറഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പ്രപഞ്ചത്തിൽ നിന്ന് വന്നു ചേരുമെന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണ്ടവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങളുടെ ബന്ധത്തിൻ്റെ കറൻറ്റ് സമയം എന്താണെന്നും നിങ്ങളുടെ പാസ്റ്റ് എങ്ങനെയായിരുന്നെന്നും നിങ്ങൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നും നിങ്ങൾ ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നും മനസ്സിലാക്കേണ്ടത് എന്താണെന്നും ഈ ഒരു ബന്ധത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മറ്റെന്തെങ്കിലും നെഗറ്റീവ് സിറ്റുവേഷൻസുകൾ ഉണ്ടോ, വ്യക്തികളുണ്ടോ, അതിനെന്താണ് പരിഹാരം, എങ്ങനെയാണ് ഓരോ സാഹചര്യങ്ങളെയും മറികടന്ന് മുന്നോട്ടേക്ക് പോകേണ്ടത് തുടങ്ങിയ എല്ലാ രീതിയിലുള്ള ഗൈഡൻസും നിങ്ങൾക്ക് ഇങ്ങനെ റീഡിങ്സ് പേഴ്സണലായിട്ട് റീഡിങ്സ് എടുത്തു നോക്കിയാൽ ലഭിക്കുന്നതായിരിക്കും. വിശ്വാസത്തോടു കൂടി മാത്രം എന്ത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുക. 100% നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കും. നല്ലൊരു ഗൈഡൻസ്, നല്ലൊരു വഴികാട്ടിയാണ് ടാരോ റീഡിങ്സ് എന്നുള്ളത് മനസ്സിലാക്കുക. അത് നമ്മൾ എങ്ങനെയാണോ അക്സെപ്റ്റ് ചെയ്യുന്നത്, സ്വീകരിക്കുന്നത്, അതനുസരിച്ചായിരിക്കും നമുക്കതിൻ്റെ ഫലം എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക എന്നുകൂടി മനസ്സിലാക്കണം കേട്ടോ. അതുപോലെ തന്നെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണ്, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ പ്രസൻസ്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് ഹാപ്പിനെസ്സോടുകൂടി ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. എപ്പോഴും കൂടെ ഉണ്ടാവണം എല്ലാവരുടെയും പ്രസൻസ് ഉണ്ടാവണം, സപ്പോർട്ട് ഉണ്ടാവണം. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ. നമുക്ക് റീഡിങ്സ് നോക്കാം. കിങ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈ ഒരു വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പം കുറച്ച് ഈഗോയിസ്റ്റിക് ആയ പേഴ്സണാണ്, ഒരു സക്സസ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തിയാണ്, ഒരു ജെൻറ്റിൽമാൻ എനർജിയിലൂടെ കടന്നു പോകുന്നത്. അതായത് വളരെയധികം കാര്യങ്ങളെ മെച്യൂരിറ്റിയോടുകൂടി കാണുന്നൊരു പേഴ്സണാണ്. കൂടാതെ തന്നെ നല്ലൊരു സക്സസ് മാൻ ആണെന്ന് പറയാൻ പറ്റും. നല്ല സ്കിൽസൊക്കെ ഉള്ള, വളരെയധികം വിശ്വസ്തതയുള്ള, വളരെ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണുന്ന, ബുദ്ധിപൂർവ്വം ഓരോ ചുവടും വയ്ക്കുന്ന, മാത്രവുമല്ല ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് വളരെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ കാര്യങ്ങൾക്ക് വളരെ സ്ട്രോങ് ആയിട്ട് മറുപടി പറയുന്ന, മുന്നും പിന്നും ഒന്നും നോക്കാത്ത വിധം മറുപടി പറയുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടൊക്കെയാണ് നമുക്ക് ഈ എനർജീനെ കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോടുണ്ടായിരുന്ന ഒരു എനർജി ഹാപ്പി ഫാമിലി ആയിരുന്നു കേട്ടോ. സിംഗിൾ എനർജിയിലൊക്കെ ഉണ്ടായിരുന്നവരാണെങ്കിൽ, പാസ്റ്റിൽ ഒരു റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തുള്ള ബന്ധങ്ങളായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ഒരു
വിവാഹ ലൈഫ്, ഒരു ഫാമിലി ലൈഫ് ആഗ്രഹിച്ച ഒരു പേഴ്സണായിട്ടാണ് നമുക്ക് ഈ ഒരു വ്യക്തിയെ കാണാൻ സാധിക്കുന്നത്. ചിൽഡ്രൻസ് പ്രസൻസും മറ്റുമൊക്കെ അവർ സ്വപ്നം കണ്ടിരുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളും ഈ ഒരു വ്യക്തിയുടെ എനർജിയിലേക്ക് കണക്റ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് അവരുടെ മനസ്സിലുള്ളൊരു സ്ഥാനം അവർക്ക് എല്ലാത്തിനേക്കാളും അവരുടെ ജീവിതത്തിൽ മറ്റേതെല്ലാം സാഹചര്യങ്ങളുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ഒരു പടി ഉയരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നിങ്ങൾക്ക് തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ, അല്ലെങ്കിൽ അവരുടെ ചില കാര്യങ്ങൾ, അതായത് അവരുടെ നമ്മൾ ഹൈഡ് ചെയ്യുന്ന, മറ്റുള്ളവർക്ക് മുമ്പ് ഹൈഡ് ചെയ്യുന്ന ക്യാരക്ടർ എല്ലാം കാണിച്ചിട്ടുള്ളത് നിങ്ങളുടെ മുമ്പിലാണ്. ഒരു പക്ഷേ അവരുടെ ദേഷ്യമാവാം, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ക്യാരക്ടർ എനർജി ആവാം, അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങളാവാം, അവരുടെ സ്വപ്നങ്ങളാവാം. ഇതെല്ലാം ഷെയർ ചെയ്യാൻ പാകത്തിന് ഒരു മൂല്യമുള്ള ഒരു വ്യക്തിത്വം ആണ്, അല്ലെങ്കിൽ ആ ഒരു സ്ഥാനമാണ് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവരെയും അറിയിച്ചൊരു സെലിബ്രേഷൻ, ഒരു ഹാപ്പി ലൈഫ് നിങ്ങളെ സംബന്ധിച്ച് വേണമായിരുന്നുവെന്നും ഈ ഒരു പേഴ്സൺ ഒരിക്കൽ ആഗ്രഹിച്ചിരുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം അവരുടെ ലൈഫിൽ അവർക്കൊരു സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ, അവരൊരു ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടൊപ്പം ആയിരിക്കണം. ആ ഒരു സ്ഥാനം, അത്രത്തോളം പവർഫുള്ളായ ഒരു സ്ഥാനം നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ നൽകിയിരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒരു സെൽഫ് ലവ് എനർജിയിലുള്ള വ്യക്തിയാണ്. അതായത് സ്വയം സ്നേഹിക്കുകയും സ്വയം കെയറിങ് ചെയ്യുകയും സ്വന്തം കഴിവിനെ വിശ്വസിക്കുകയും ചെയ്യുന്നൊരു പേഴ്സണാണ് നിങ്ങളുടെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്ന പേഴ്സൺ. അതായത് സ്വന്തം തീരുമാനങ്ങൾ, ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ തോന്നുന്ന തീരുമാനങ്ങൾക്ക് അപ്പുറത്തേക്ക് ആ ഒരു വ്യക്തി ഒന്നും തന്നെ ആക്ഷൻ എടുക്കാതെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് മറ്റുള്ളവരെ കേട്ടാലും അവരുടെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുത്താലും അത് അനുസരിക്കുക, അല്ലെങ്കിൽ അത് പ്രാവണ്യത്തിൽ വരുത്തുക എന്നത് അവർ വളരെ ബുദ്ധിമുട്ടുള്ള, അവരുടേതാകുന്ന തീരുമാനങ്ങൾക്ക് മാത്രം ആക്ഷൻ എടുക്കുന്ന ഒരു ക്യാരക്ടർ എനർജിയുള്ള വ്യക്തിയായിരുന്നു നിങ്ങളുടെ പേഴ്സൺ. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു രീതിയിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആ ഒരു പേഴ്സൺ ഒന്ന് തോറ്റു തന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോട് മാത്രമായിരുന്നു. കാരണം അത്രത്തോളം ഒരു പ്രാധാന്യം അവർ കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ രണ്ടാം ചാൻസ് ഉണ്ടായിരുന്ന നിങ്ങൾക്ക് മാത്രമായിരുന്നു. നിങ്ങളെ കേൾക്കാനും നിങ്ങളോട് ഓപ്പണായിട്ട് സംസാരിക്കാനും ഒന്നും ആ ഒരു പേഴ്സണ് യാതൊരു രീതിയിലും മടിയുണ്ടായിരുന്നില്ല എന്നുള്ള ഒരു എനർജി കാണുന്നുണ്ട്. മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു റിലേഷൻ അറിയാമായിരുന്നെങ്കിൽ ആ മാർഗത്തിലൂടെയാണ് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിനകത്തൊരു ശത്രുഭാവം വന്നതായിട്ട് കാണുന്നത്. അതായത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടൊരു ദേഷ്യവും വൈരാഗ്യവും ഉള്ള ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ഒരു പകയുടെ പ്രസൻസ് ഈ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളോടുണ്ട് ഇപ്പം കറൻറ്റിലി. പക്ഷേ ആ ഒരു വ്യക്തിക്ക് ആ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിൽ വന്നത് പുറമേ ഉള്ള ചില വ്യക്തികളുടെ പ്രസൻസ്, അല്ലെങ്കിൽ ഇടപെടൽ, നിങ്ങളോട് തോന്നിയ ഒരു അസൂയയുടെ ഫലമായിട്ട് വരുത്തി തീർത്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ശരിക്കും നിങ്ങളോടുള്ള ആ ഒരു സ്നേഹമെന്ന് പറയുന്ന, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് ആ ഒരു പേഴ്സൺ നൽകിയിരിക്കുന്ന സ്ഥാനം അൺകണ്ടീഷണൽ ലവ് ആയിരുന്നു കേട്ടോ. അതായത് വളരെ പവിത്രമായൊരു ബന്ധമായിട്ടാണ് നിങ്ങളെ ഈ ഒരു പേഴ്സൺ കണ്ടിരുന്നത്. വെറുതെ തമാശയ്ക്ക് കാണിച്ചു കൂട്ടുക എന്നൊരു ബന്ധമായിരുന്നില്ല, പവിത്രതയുള്ളൊരു റിലേഷനായിട്ട്, ദൈവീകമായൊരു ബന്ധമായിട്ടാണ് നിങ്ങളെയും നിങ്ങളുടെ ബന്ധത്തെയും ഈ ഒരു വ്യക്തി കാണുന്നതെന്ന് തന്നെ നമുക്ക് കറൻറ്റിലിയും പറയാൻ സാധിക്കും. പക്ഷേ ഇതിനകത്ത് സെപ്പറേഷൻ പീരീഡിലാണെങ്കിലും, നിങ്ങൾ തമ്മിൽ യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ലാതിരിക്കുന്ന വ്യക്തികളാണെങ്കിലും, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും, ഈ ഒരു റിലേഷനിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് പുറമേ ഉള്ളവരിൽ നിന്ന് സംഭവിച്ച ചില കൈകടത്തലുകളാണ് ബന്ധത്തിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആ ഒരു വ്യക്തിക്ക് ഇമ്പോർട്ടൻ്റ് ആയൊരു വ്യക്തിത്വം, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആ ഒരു വ്യക്തിക്ക് ഒരു പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു സ്പെഷ്യൽ സ്ഥാനം തന്നെയാണുള്ളത്. 10 ഓഫ് കപ്സിൻ്റെ എനർജി
എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ ഒരു ഹാപ്പി ഫാമിലി ആയിട്ട്, അവർക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന, സംതൃപ്തി തോന്നുന്ന ഒരു ബന്ധം നിങ്ങളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളും അവരും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ എപ്പോഴും ഒരു ചൈൽഡ് ക്യാരക്ടർ എനർജിയുടെ പ്രസൻസ് കണക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു കുട്ടിത്തമുള്ള ഒരു രീതിയിലാണ് നിങ്ങളും അവരും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബന്ധം ആ ഒരു സമയങ്ങൾ കടന്നു പോകുന്നത്. അതായത് വളരെ നിഷ്കളങ്കമായ ഒരു റിലേഷനാണ് എന്ന് തന്നെ പറയാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒളിച്ചു വെക്കാനില്ല. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ ശത്രുതയില്ല, വെറുപ്പില്ല, ഒന്നുമില്ല. നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയങ്ങളിൽ ഒരു പക്ഷേ അതിന് ശേഷം ചിലപ്പോൾ പലതും ചിന്തിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആകുന്ന സമയത്ത് വളരെ നിഷ്കളങ്കമാകുന്ന, പവിത്രമാകുന്നൊരു സാഹചര്യത്തിലൂടെയാണ് ഈ ഒരു ബന്ധം ഇനിയാണെങ്കിലും കടന്നു പോവുകയുള്ളൂ. കറൻറ്റ്ലി ആ വ്യക്തിയുടെ മനസ്സിലും അങ്ങനെ തന്നെയാണ് എന്ന് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഇത് ചൈൽഡ്ഹുഡ് കാലം മുതൽക്കുള്ളൊരു ബന്ധമാവാം, പരിചയമാവാം. അതല്ല എങ്കിൽ നിങ്ങളുടെ ക്യാരക്ടർ എനർജി എന്ന് പറയുന്നത് കുട്ടികളെ പോലെയാണ് രണ്ടുപേരും കണക്റ്റഡ് ആകുന്ന സമയത്തെന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് ഇൻഡിസിഷൻ എനർജി ഉണ്ട്, കൺഫ്യൂഷൻ എനർജി വരുന്നുണ്ട്, മാനസിക പിരിമുറുക്കങ്ങൾ, അതായത് ടെൻഷൻ ഉണ്ടാകുന്നുണ്ട്. ശരിക്കും കൺഫ്യൂഷൻ സൃഷ്ടിക്കാറുണ്ട് ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിൽ ശരിക്കും നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഇമോഷണൽ ബ്ലോക്കേജ് ഒക്കെ വരുന്നുണ്ട്. അതായത് ഇത് വേണോ വേണ്ടയോ എന്നുള്ള ചില സമയങ്ങളിലുള്ള ചിന്തകൾ, അതായത് ഈ ഒരു മൂൺ എനർജിയുടെ പ്രസൻസ് ഒക്കെ വരുന്നുണ്ട്. അതായത് എപ്പോഴും ഒരു വിരക്തി, ഒരു അസംതൃപ്തിയൊക്കെ തോന്നിക്കാറുണ്ട് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച്. പക്ഷേ എന്നാലും അത് ബാലൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ബന്ധത്തെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അതായത് നിങ്ങളുടെ നിഷ്കളങ്കതയ്ക്ക് അവർ വലിയ ഒരു പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ആ വ്യക്തിയോടുള്ള സ്നേഹത്തിൻ്റെ പൂർണ്ണതയ്ക്ക് ശക്തമാകുന്നൊരു പ്രാധാന്യം ആ ഒരു വ്യക്തി നൽകുക തന്നെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒരു ബാലൻസിലേക്ക് കൊണ്ടുവരണം, ഫ്യൂച്ചറിലേക്ക് ഒരു ബന്ധത്തെ കൊണ്ടുപോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ശരിക്കും അവർ പ്രെയർ ചെയ്യുന്നൊരു എനർജിയാണ് കാണുന്നത് കേട്ടോ. കാരണം കാര്യങ്ങളെല്ലാം ഒരു ക്ലാരിറ്റിയിൽ വരണം, എല്ലാ കാര്യങ്ങളിലും ഒരു ഇമോഷണൽ ബാലൻസ് വരുത്തണമെന്നും കുറച്ചൊക്കെ ഡിപ്ലോമാറ്റിക്കായിട്ട് നല്ല രീതിയിലൊന്ന് ചിന്തിക്കണം. കാര്യങ്ങളിലെല്ലാം ഒരു കാര്യ ഗൗരവം വേണം ഈ ഒരു റിലേഷനെ ബേസ് ചെയ്തെന്നൊക്കെ ഇപ്പോൾ ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അത്രത്തോളം ഒരു വാല്യുബിൾ ആകുന്ന, അതായത് അങ്ങനെ എടുത്ത് കളയേണ്ട ഒരു വ്യക്തിയല്ല ആ ഒരു പേഴ്സൻ്റെ ജീവിതത്തിൽ. വളരെയധികം ഊർജ്ജസ്വലതയുള്ള, വളരെയധികം പോസിറ്റിവിറ്റിയുള്ള, എന്താ പറയുക, ഒരു ഫയർ എനർജിയുടെ പ്രസൻസാണ് നിങ്ങളിൽ നിന്നും ആ ഒരു പേഴ്സണ് ലഭിക്കുന്നത്. നിങ്ങളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മാത്രവുമല്ല ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ള ഒരു എനർജി ആയിട്ടുമാണ് നിങ്ങളെ ആ ഒരു വ്യക്തി കാണാൻ ശ്രമിക്കുന്നത്. ശരിക്കും അവർ ഉൾവലിഞ്ഞ് നിന്ന സമയങ്ങളുണ്ട് കേട്ടോ ഈ ഒരു റിലേഷനിൽ. അതായത് ഈ ഒരു ബന്ധത്തെക്കുറിച്ച് അവർക്കൊരു ക്ലാരിറ്റി തോന്നാതെ ഒരു പക്ഷേ നിങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ, എസ്കേപ്പിംഗ് എനർജിയിൽ നിൽക്കാൻ ഈ ഒരു പേഴ്സൺ ശ്രമിച്ചിട്ടുണ്ട്. അതായത് അവരുടെ വാല്യൂ ഒന്ന് തിരിച്ചറിയുക, അല്ലെങ്കിൽ ലൈഫിൽ എന്താണ് നല്ലൊരു തീരുമാനം എടുക്കേണ്ടതെന്ന് തിരിച്ചറിയുക എന്നുള്ള ഒരു സിറ്റുവേഷൻസുമൊക്കെ ഈ ഒരു ബന്ധത്തെ ബേസ് ചെയ്ത് ഉണ്ടായിട്ടുണ്ട്. അതായത് നിങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ, നിങ്ങളിൽ നിന്നും മാറിപ്പോകാൻ ഈ ഒരു പേഴ്സൺ ഒരുപാട് ശ്രമിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ഒരു ഡിവൈൻ ബ്ലെസ്സിങ്സ് പോലെ, അല്ലെങ്കിൽ ഡിവൈൻ്റെ ഒരു സപ്പോർട്ട് പോലെ വീണ്ടും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുക എന്നൊരു എനർജിയിലേക്കാണ് ഈ ബന്ധം വന്ന് നിന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. 8 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു ഹാപ്പി ഫാമിലിക്ക് യോഗമുണ്ടായിരുന്നു, അതായത് ഒരുമിച്ച് ലൈഫ് ലോങ് കമ്മിറ്റഡ് ആയിട്ട് പോകാനുള്ള യോഗമുണ്ടായിരുന്ന ഒരു റിലേഷനാണ് ഈ ഒരു ബന്ധം. പക്ഷേ അതിനകത്ത് ആ ഒരു വ്യക്തി എഫോർട്ട് എടുത്തില്ല. കൺഫ്യൂസ്ഡ് എനർജിയിൽ ഒരു പക്ഷേ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജീവിതത്തിൽ മറ്റ് ചില കാര്യങ്ങളിലായിരിക്കാം ആ സമയത്ത് പ്രാധാന്യം കൊടുത്തത്. ചിലപ്പോൾ വിദ്യാഭ്യാസപരമായി, എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തതാവാം, കരിയർ പാതയെ ബേസ് ചെയ്ത് നിന്നതാവാം. എന്താണെങ്കിലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് പ്രാധാന്യം ഉണ്ടായിട്ടും ആ ഒരു പേഴ്സൺ മറ്റ് ചില കാര്യങ്ങളിലായിരുന്നു കൂടുതൽ എഫോർട്ട് എടുത്തത്, അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെല്ലാം
അതെല്ലാം അവരിപ്പം തിരിച്ചറിയുന്നതായിട്ട്, അതായത് ഓരോന്നിനും ഒരേ സമയമുണ്ടായിരുന്നു, പ്രാധാന്യം കൊടുക്കേണ്ടത്, അതിൽ എഫോർട്ട് എടുക്കേണ്ടത്, ഇതൊക്കെ ആ ഒരു സമയത്ത് മിസ്സിങ് ആയി പോയി എന്നുള്ള ഒരു ചിന്തയും ആ ഒരു വ്യക്തിയുടെ മനസ്സിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പം കണക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളെന്ന് പറയുന്ന വ്യക്തി പ്രഷ്യസ് ആയിരുന്നു. ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ആ ഒരു വ്യക്തിക്ക് കണക്റ്റ് ചെയ്ത് നിൽക്കുമ്പം, നിങ്ങളും അവരും തമ്മിൽ കണക്റ്റഡ് ആകുമ്പം വളരെയധികം പോസിറ്റീവ് സക്സസ്, ലൈഫിൽ മാറ്റങ്ങൾ, അതുപോലെ തന്നെ അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസുകൾ, ഇതെല്ലാം കണക്റ്റ് ചെയ്ത് വന്നിരുന്നതായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് അവർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്, നിങ്ങളവരെ ഓവർ കൺട്രോളിങ് ചെയ്യുന്നു എന്നുള്ള ഒരു തോട്ട്സും കൂടി അവരെ വല്ലാതെ പിടിച്ചുലച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് അവരെ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളൊരു ഈഗോ അവരിൽ വളരെ സ്ട്രോങ് ആയിട്ട് കണക്റ്റഡ് ആയി. അതെല്ലാം നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ, അല്ലെങ്കിൽ ഒന്ന് അകന്ന് നിൽക്കാനുള്ള, അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷെ അവർക്ക് എന്നാലും നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പം, നിങ്ങളുടെ പ്രസൻസ് ഇല്ലാതെ വരുമ്പം അവർക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതുകൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമോഷണലി ഒരു തേർഡ് പാർട്ടി പ്രസൻസ്, നിങ്ങളുടെ അതേ തന്നെ നിങ്ങളോടൊപ്പം തന്നെ ബാലൻസ് ചെയ്യേണ്ടി വരുന്ന ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസും ഈ ഒരു റിലേഷനിലുണ്ട്. ഒരു പക്ഷേ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എനർജിയിലാണെങ്കിൽ നിങ്ങൾക്ക് തുല്യമാകുന്ന ഒരു പാർട്ട്ണറുടെ പ്രസൻസും ഈ ഒരു റിലേഷനിൽ കറൻറ്റ്ലി കണക്റ്റഡ് ആണ്. അതും അവരെ സംബന്ധിച്ച് വല്ലാത്ത ഒരു മാനസിക അവസ്ഥയാണ്, ഒരു സ്തംഭന അവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട് ചിലരുടെ എനർജിയിൽ കേട്ടോ. ഇതിനകത്തൊരു പാർട്ട്ണറുടെ പ്രസൻസ് നിങ്ങൾക്കൊപ്പം തന്നെയുള്ള, അതുപോലെ നിങ്ങളോടൊപ്പം തന്നെ നിലനിർത്തേണ്ട, അത് ബാലൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം തന്നെ ഒരു ജസ്റ്റിസിൽ നിൽക്കേണ്ട ഒരു വ്യക്തിയുടെ എനർജിയും കൂടി ഈ ഒരു വ്യക്തിയുടെ പ്രസൻസിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ട്. അവിടെയാണ് ഇപ്പോൾ കറൻറ്റ്ലി അവരുടെ സമയവും അവരുടെ സാന്നിധ്യവും അവർ കണക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർക്കതൊരു സ്തംഭന അവസ്ഥയാണ്. അതിനകത്ത് അവർക്ക് നിരാശയും ദുഃഖവും കുറ്റബോധവും ഉണ്ട് എന്നുള്ളതും നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ച് അവർ ചെയ്ത തെറ്റ് തിരുത്തണം. അതായത് ഈ ഒരു റിലേഷനിൽ വന്ന ആ ഒരു വീഴ്ച, നിങ്ങളുമായിട്ട് സംഭവിച്ച അഭിപ്രായ ഭിന്നതയാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകിയ പ്രതീക്ഷയിൽ വന്ന വീഴ്ചയാവാം, അത് തിരുത്തണമെന്നുള്ള ഒരു മാനസിക അവസ്ഥ അവരിൽ നമുക്ക് സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അവരത് തിരുത്തണമെന്ന്, അല്ലെങ്കിൽ അതിലൊരു മാറ്റം വരണമെന്നുള്ള ഒരു ചിന്ത അവരെ പിടികൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഫൊർഗീവ്നെസ് അവർ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അവർക്കൊരു മാപ്പ് ലഭിക്കേണ്ട സിറ്റുവേഷൻ, അവരോട് ക്ഷമിക്കണം എന്നുള്ള ഒരു ഫീലിങ്സും അവരിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഭയപ്പെടുന്ന ചില സാഹചര്യങ്ങളും അവരുടെ ജീവിതത്തിൽ കണക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അതായത് അവർക്കൊരു ബൗണ്ടറി ഇട്ട് നിൽക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളും ഈ ഒരു റിലേഷനെ ബേസ് ചെയ്തുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. എടുത്തു ചാടി അവർക്കൊരു തീരുമാനവും എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കേണ്ടി വരുന്ന അവസ്ഥയാണ് കറൻ്റിലി നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് ശക്തമാകുന്നൊരു തേർഡ് പാർട്ടി പ്രസൻസ് ഉണ്ട് കേട്ടോ. ഒരു പക്ഷേ നിങ്ങൾക്കറിയാമെങ്കിലും അറിയില്ലെങ്കിലും അവർക്ക് മാറ്റി നിർത്താൻ, അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജി, അതായത് സാമ്പത്തികപരമാകുന്ന കാര്യമായിട്ടും ഇമോഷണലി ആയിട്ടും എല്ലാം അവരുടെ ജീവിതത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അതിൽ അവർ നിങ്ങളെ ബാലൻസ് ചെയ്യാൻ, അതിനോടൊപ്പം തന്നെ നിങ്ങളെയും അവർക്ക് നിലനിർത്താൻ പറ്റണം, അല്ലെങ്കിൽ നിങ്ങളെയും മാനേജ് ചെയ്ത് പോകണമെന്നവർ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസ് കൂടി കാണുന്നുണ്ട്. കൂടാതെ തന്നെ ഈ ഒരു റിലേഷനിലേക്ക് നോക്കുമ്പം മുന്നോട്ടേക്ക് അവർക്ക് വെല്ലുവിളികളുണ്ട്, അല്ലെങ്കിൽ മുന്നോട്ടേക്ക് അവർക്ക് പോയേ പറ്റൂ എന്നുള്ളൊരു എനർജി ഉണ്ടായിട്ടും അവരെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെക്കുറിച്ച് അവർ പൂർണ്ണമായിട്ടും അറിയുന്നുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻസുകൾ, നിങ്ങൾ ഓരോ നിമിഷവും കടന്നു പോകുന്ന അവസ്ഥകൾ, നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ എന്തവസ്ഥയിലാണ്, ഇതെല്ലാം അവർ മനസ്സിലാക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും അവരുടെ ആ ഒരു മനസ്സുകൊണ്ട് ചിന്തിക്കും, അവർ ആഴത്തിൽ ചിന്തിക്കുമ്പം അവിടെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വ്യക്തി നിങ്ങൾ തന്നെയാണ് കേട്ടോ. നിങ്ങളെ ബ്ലോക്ക് ചെയ്ത വ്യക്തികളുടെ പ്രസൻസും ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ രീതിയിലും നിങ്ങൾക്ക് മുന്നിൽ ഒരു ബൗണ്ടറി തീർത്ത്, അതായത് നിങ്ങൾ അവരുമായിട്ട് യാതൊരു രീതിയിലും കണക്റ്റഡ് ആവണ്ട എന്ന്, അല്ലെങ്കിൽ നിങ്ങൾ അവരിലേക്ക് വന്നു ചേരാതിരിക്കട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ അവർ മനസ്സുകൊണ്ട് നൽകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതും ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. കൂടാതെ തന്നെ ഒരുപാട് കുറ്റബോധമുണ്ട്.
വളരെ ശക്തമാകുന്ന നിരാശയും കുറ്റബോധവും ഉണ്ട്. അതായത് നിങ്ങളോട് ചെയ്തത് തെറ്റാണ്, നിങ്ങൾക്ക് നൽകിയ പ്രതീക്ഷകൾ അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ലൈഫിൽ കണക്ട് ചെയ്ത് നിന്നതിലെല്ലാം അവർക്ക് കുറ്റബോധം ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒരു എന്താ പറയുക, ഇരയാക്കി അല്ലെങ്കിൽ നിങ്ങളെ മിസ്യൂസ് ചെയ്തു എന്നുള്ളത് അവരെ വല്ലാതെ വേദനിപ്പിക്കുന്നതായിട്ടുള്ളൊരു എനർജിയാണ് കാണുന്നത്. അതെല്ലാം അവരുടെ ജീവിതത്തിൽ ഒരു ബ്ലോക്കേജാണ്. ഇപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്കൊരു ശക്തമാകുന്ന ബ്ലോക്കേജാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അവരുടെ ആ ഒരു ചിന്ത എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് അവർക്ക് പുറത്ത് കടക്കണമെങ്കിൽ കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും. അതായത് നിങ്ങളിലേക്ക് അവർക്ക് വന്നു ചേരണമെങ്കിലും അവർക്ക് കുറ്റബോധം, അവരനുഭവിക്കുന്ന ആ ഒരു മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് പുറത്ത് കടക്കണമെങ്കിലും കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരുമെന്നുള്ളതും അവർ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇതിനകത്ത് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ഉള്ളവരുടെ എനർജി കാണുന്നുണ്ട് കേട്ടോ. ഒരാൾ എബ്രോഡൊക്കെ ഉള്ള വ്യക്തികളായിരിക്കാം. എന്താണെങ്കിലും ഇതിനകത്ത് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു പുതിയ കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു ബന്ധം പുലർത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. സിംഗിൾ എനർജിയിലൊക്കെ ഉള്ളവർക്ക് ഒരു ട്രാവലിംഗ് പ്രസൻസോടുകൂടി ഒരു മാര്യേജ് എനർജി വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒരു പക്ഷേ കുറച്ച് നാളായിട്ട് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ഉള്ളവരെ സംബന്ധിച്ച് ഒരു മാര്യേജ് എനർജിയുടെ പ്രസൻസ് ഇതിനകത്തേക്ക് കണക്റ്റഡ് ആകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും സിംഗിൾ എനർജിയിലുള്ളവർക്ക് ഈ ഒരു റിലേഷനിൽ മാര്യേജിൻ്റെ പ്രസൻസ് ഉണ്ട് കേട്ടോ. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും. അവർ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് റീകണക്റ്റഡ് ആകുന്നതായിട്ടുള്ള എനർജി കാണുന്നുണ്ട്. ഒരു പ്രതിജ്ഞാബദ്ധത, അതായത് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കുറച്ച് ബർഡനൊക്കെ ഇറക്കി വെക്കേണ്ട സമയമായി അല്ലെങ്കിൽ മാറ്റങ്ങളുടെ സമയമായി എന്ന് കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് നോക്കുമ്പം നിങ്ങളുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷനിലേക്ക് വരും. ചില ബന്ധങ്ങളൊക്കെ ഒരു ലൈഫ് ലോങ് കമ്മിറ്റഡ് ആയിട്ട്, അതായത് നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ട് കടന്നു പോകാനുള്ള ഒരു എനർജി കൂടി കാണുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു എനർജിയെ ബേസ് ചെയ്ത് നോക്കുമ്പം നിങ്ങളിലേക്ക് അവർ തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ളൊരു ചിന്ത എന്ന് പറയുന്നതിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് എനർജിയാണ് കാണുന്നത്, കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതുപോലെ തന്നെ നിരാശ ഉണ്ട്. നിങ്ങളോട് അവർ പറഞ്ഞതും പെരുമാറിയതും അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഒരു സെപ്പറേഷൻ ഉണ്ടാക്കിയതെല്ലാം അവർക്ക് കുറ്റബോധമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല നിങ്ങളൊരു പ്രഷ്യസ് എനർജി ആയിട്ട്, ഒരു ത്യാഗ മനോഭാവമുള്ളൊരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ ഒരു സഹനശക്തിയുള്ളൊരു മദർഹുഡ് എനർജിയുടെ പ്രസൻസാണ് നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് വളരെയധികം ശക്തമാകുന്ന സഹനശക്തിയുള്ള ഒരു പേഴ്സണാലിറ്റിയോട് കൂടിയ ഒരു വ്യക്തി, മറ്റുള്ളവർ അത്ഭുതപ്പെട്ടു നോക്കുന്ന തരത്തിലുള്ളൊരു വ്യക്തി എന്നുള്ളൊരു എനർജിയാണ് നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ചിന്തകളിൽ കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ മറ്റുള്ളവർക്ക് നിങ്ങളുടെ ക്യാരക്ടർ ആവാം, നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റിയുടെ എന്തായാലും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് മറ്റുള്ളവർക്ക് അസൂയ തോന്നിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ എപ്പോഴും ഒരുപടി മുന്നിലേക്ക് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് കടന്നു പോകുന്ന അത്രത്തോളം ഒരു നോളജ് ഉള്ള ഒരു പേഴ്സൺ ആയിട്ട് തന്നെയാണ് നിങ്ങളെ കാണാൻ സാധിക്കുന്നത്. അവരുടെ മനസ്സിൽ അതവർ വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ആ ഒരു സമയം, നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കടന്നുപോയ ആ ഒരു സിറ്റുവേഷൻസുകളിൽ നിങ്ങൾ കാണിച്ച ഒരു ഇമോഷണൽ ബാലൻസ് അല്ലെങ്കിൽ നിങ്ങൾ അവരോട് കാണിച്ച ഒരു ഇമോഷണലി ആ ഒരു കെയറിങ് എല്ലാം അവർ വല്ലാതെ മിസ്സിങ് ചെയ്യുന്നതായിട്ട്, അവർക്ക് മിസ് ചെയ്യുന്ന ഒരു ഫീലിങ്സും അവരിൽ കാണുന്നുണ്ട്. അവരുടെ ഉള്ളിൽ എപ്പോഴും ചിന്തിക്കുന്നത് നിങ്ങളോടൊപ്പം അവർ എത്രത്തോളം കണക്റ്റഡ് ആയിട്ട് നിൽക്കുമ്പോഴും അവർ നിങ്ങളോട് ഹൈഡ് ചെയ്ത ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളോട് പൊരുത്തപ്പെട്ട് പോകുമ്പോഴും അവരുടെ ലൈഫിൽ മറ്റൊരു സിറ്റുവേഷൻസിനെ അവർ ചേർത്ത് പിടിച്ചിരുന്നു എന്നുള്ളതും അവർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ആ ചിന്ത അവർക്ക് വല്ലാതെ ഒരു കുറ്റബോധം ഫീൽ ചെയ്യിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒരു റീയൂണിയൻ പ്രസൻസ്, ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്തൊരു റീയൂണിയൻ എനർജി വരുന്ന വ്യക്തികളിൽ മാര്യേജിൻ്റെ പ്രസൻസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുമിച്ച് ചേരാനുള്ള, ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫിലൊക്കെയാണ് ഒരു സെപ്പറേഷൻ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു സെലിബ്രേഷൻ, ഒന്നിച്ച് ചേരാനുള്ള യോഗമുണ്ട്. അല്ലാത്തവരെ സംബന്ധിച്ചൊരു മാര്യേജ് എനർജിക്ക് വിവാഹ യോഗം കാണുന്നുണ്ട് സിംഗിൾ എനർജിയിലുള്ളവർക്കെന്നാണ്. അല്ലെങ്കിൽ ഒരു സെക്കൻഡ് മാര്യേജ് എനർജിയിലേക്കാണേലും വന്ന് ചേരാനുള്ളൊരു യോഗമുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്ന്
ചേരാൻ അവർ വല്ലാതെ ആഗ്രഹിക്കുന്നു. അതായത് ഫാമിലിയുടെ സപ്പോർട്ടോടു കൂടി, കുടുംബക്കാരുടെ എല്ലാം സമ്മതവും സപ്പോർട്ടോടും കൂടി നിങ്ങളിലേക്ക് വന്ന് ചേരണമെന്നവർ വല്ലാതെ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ അവർക്ക് വേണ്ടി ഇപ്പോഴും വെയിറ്റിംഗ് ആണ്, നിങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതും അവരുടെ ആ ഒരു ചിന്തയിൽ ഒരു നിരാശ വരുത്തുന്നുണ്ട് കേട്ടോ. കാരണം അവർക്കൊരു കുറ്റബോധമുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നൊന്ന് നിങ്ങൾക്ക് നൽകാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ കാത്തിരിപ്പെന്ന് പറയുന്നത് ഒരു നിരാശയാണല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു എന്താ പറയുക, നിങ്ങളോട് അവർ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണല്ലോ, നിങ്ങളോട് ചെയ്യാൻ പാടില്ലാത്ത ഒരു തെറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതീക്ഷ നൽകിയത്, അതൊക്കെ അവരിങ്ങനെ ചിന്തിക്കുമ്പോൾ അവർക്കൊരു നിരാശ ഫീൽ ചെയ്യുന്നു. നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റിംഗ് ചെയ്യുന്നു എന്നുള്ളത് അവർക്കൊരു വേദനയാണ്. കാരണം അവർക്കൊന്നും ചെയ്യാൻ, ഒരു നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ പോകുന്നൊരു സിറ്റുവേഷൻസ് ആണ് അവരുടെ ചിന്തയിൽ. പക്ഷേ ഈ ഒരു റിലേഷനിൽ യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്ത് തന്നിരിക്കുന്നത് റിയൂണിയൻ പ്രസൻസ് തന്നെയാണ് കേട്ടോ. തീർച്ചയായിട്ടും സിംഗിൾ എനർജിയിലുള്ളവർക്കും ഹസ്ബൻഡ് ആൻഡ് വൈഫ് എനർജിയിലുള്ളവർക്കും 100% മാര്യേജിൻ്റെ പ്രസൻസ് കാണുന്നുണ്ട്. അതുപോലെ വിവാഹം എന്ന് ചിന്തിച്ച് നിങ്ങൾക്കിടയിൽ ഈ ഒരു റിലേഷൻ കണക്റ്റഡ് ആയിട്ടുള്ളവർക്കും ആ ഒരു സിറ്റുവേഷൻസിലേക്ക് തന്നെ ഈ ഒരു ബന്ധം വന്ന് ചേരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അല്ലാത്തവരെ സംബന്ധിച്ച് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു ബന്ധം ഈ ഒരു എനർജിയിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് കാണുന്നത്. അപ്പം പ്രാർത്ഥിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ആരെയും നെഗറ്റീവായിട്ട് കാണേണ്ട, ആരെയും കുറിച്ച് നെഗറ്റീവായിട്ടൊന്നും പറയുകയും വേണ്ട. എപ്പോഴും സന്തോഷത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി മുന്നോട്ടേക്ക് പോകുക. നിങ്ങളുടെ ജീവിതത്തിൽ 100% മാറ്റം ഉണ്ടാവും കേട്ടോ.